പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട സർവേയിൽ വീണ്ടും ആശങ്ക. കേന്ദ്ര സർക്കാരിന് ഈ മാസം 31-ന് കരട് രേഖ സമർപ്പിക്കേണ്ടതിനാൽ തിരക്കിട്ട നീക്കങ്ങളിലാണ് സർക്കാർ. എന്നാൽ പലരുടെയും സ്വന്തം ഭൂമിയും കൃഷിഭൂമിയും കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ആശങ്കയ്ക്ക് കാരണം. നേരത്തെ സംസ്ഥാനത്താകെയുള്ള 123 വില്ലേജുകൾ കരട് മാപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീടത് 98ആയി കുറച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും പല വില്ലേജുകളിലും കൃഷിഭൂമിയും ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ആശങ്കയാവുന്നത്. കോഴിക്കോട് ജില്ലയിൽ 6 പഞ്ചായത്തുകളിൽ നിന്നായി 9 വില്ലേജുകളുടെ ഭാഗങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശമാവും. ഇവയിൽ പലതും കൃഷിഭൂമിയാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ കണ്ടെത്തിയ പ്രദേശങ്ങൾ ഒഴിവാക്കി തരാനുള്ള ബോർഡ് തീരുമാനമെടുത്ത് സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന വകുപ്പിനെ അറിയിക്കുന്നതാണ്. ജനങ്ങളുടെ ആശങ്ക ഇത് വനഭൂമിയാകുമോ അല്ലെങ്കിൽ ബഫർ സോൺ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിർമ്മാണ പ്രവർത്തികൾ പറ്റില്ല. ചിലപ്പോൾ കപ്പയടക്കമുള്ള ചേനയും ചേമ്പും ഒന്നും നടാൻ പറ്റാതെ വരും. ഫുഡ് ക്രോപ്സുകൾ മാത്രം കൃഷി ചെയ്യണമെന്നുള്ള നിയമം വരാം. അങ്ങനെയുള്ള പരിധികൾ എന്ത് നിശ്ചയിക്കുമെന്ന കാര്യത്തിലൊക്കെ അവ്യക്തതയാണ്. ഇതുവരെ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് വ്യക്തമാക്കുകയോ സംസ്ഥാനം ജനങ്ങളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. വേണ്ടിയിരുന്നത് ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ്. അതിൽ വന്ന അപാകതയാണ് ഈ അവസാന സമയത്ത് തിരക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. 2014-ലാണ് പരിസ്ഥിതി ലോല മേഖല കണ്ടെത്താനുള്ള സർവേ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. പിന്നീട് പലതവണ സംസ്ഥാനം നീട്ടിക്കൊണ്ടുപോയതിനാൽ കൃത്യമായ സർവേ നടത്താനായില്ലെന്ന ആരോപണവുമുണ്ട്. കരട് രേഖ സമർപ്പിച്ച് വിജ്ഞാപനം ഇറങ്ങിയാൽ തന്നെ ഈ ഭൂമി വനഭൂമിയാക്കുമോ ബഫർ സോൺ ആക്കുമോ എന്നൊക്കെയുള്ള സംശയം കേരളം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന 123 വില്ലേജുകളിലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.